ഗുരു വിദ്യാർത്ഥിയെ വിലയിരുത്തണം. ഭഗവാൻ ഭക്തനെ വിലയിരുത്തണം. അതുപോലെ ഞാൻ ഈ മന്ത്രം പലതവണ ജപിച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ഒരു ഫലവും നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്ക് 100 തവണ പോലും പരീക്ഷയ്ക്ക് പേപ്പർ തയ്യാറാക്കാൻ കഴിയും. പരീക്ഷാ രീതി തീരുമാനിക്കാൻ ഭഗവാന് മാത്രമേ കഴിയൂ. നീ വന്ന് അത് ഒരു അവകാശമായി അവകാശപ്പെടരുത്. ഇത്രയും കാലം ഞാൻ ആരാധിച്ചിട്ടും ഒരു ഫലവും ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കരുത്. ഞാൻ എന്തുകൊണ്ട് ചോദിക്കരുത്? നമ്മുടെ ജീവിതം തന്നെ ഒരു മഹത്തായ ഫലമാണ്. നമ്മൾ ഇപ്പോൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇത് കേൾക്കാൻ ദൈവം നമുക്ക് ഒരു മൊബൈൽ ഫോൺ പോലുള്ള ഒരു ഉപകരണം നൽകിയിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ കേൾവിശക്തി നന്നായി പ്രവർത്തിക്കുന്നു. നമ്മൾ ഈ സന്ദേശം ആഗിരണം ചെയ്യുന്നു. നമ്മൾ അത് മനസ്സിലാക്കുന്നു. കോടിക്കണക്കിന് ഡാറ്റ ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയയാണിത്. പക്ഷേ നമ്മൾ ഉറങ്ങുമ്പോഴും അടുത്ത ദിവസത്തിനായി കാത്തിരിക്കുമ്പോഴും ശാന്തമായി കേൾക്കാൻ കഴിയുന്ന ഒരു സന്ദേശം നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. ഇതെല്ലാം ഒരു വലിയ പ്ലസ് ആണ്. ദൈവം നിങ്ങൾക്ക് നൽകിയത് എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കും.